മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഒരു ലോ കാർബ് റെസിപ്പിയാണ്. ക്യാബേജ് റൈസ് ആണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനിവിടെ 500 ഗ്രാം ക്യാബേജ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ്. ഞാനിവിടെ ഫുഡ് പ്രോസസറിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ക്യാബേജ് വളരെ ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫുഡ് പ്രോസസറിൽ ഇട്ടെന്നേ ഉള്ളൂ. ക്യാബേജ് എല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും 3 വെളുത്തുള്ളി എല്ലിയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിൽ വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്തിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിന്ന് വേകാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ക്യാബേജ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ക്യാബേജ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിന്റെ നടുവിൽ നിന്നും ക്യാബേജ് എല്ലാ സൈഡിലേക്കും ഒന്ന് മാറ്റിയിട്ട് നടുവിൽ നമുക്ക് മുട്ട ചേർക്കാനായിട്ട് അല്പം സ്ഥലം ഉണ്ടാക്കാം. അവിടേക്ക് ഈ 2 മുട്ടയും നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒഴിച്ച പാടെ നമ്മൾ ഇത് ഇളക്കരുത്. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുട്ട പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കാബേജ് അല്പം അല്പം ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ മുട്ടയും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. 1 മിനിറ്റ് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർത്ത പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർക്കുന്നില്ല. പച്ചമുളകും പെപ്പർ പൗഡറും ഒക്കെ ഓരോരുത്തരുടെ എരിവിന്റെ അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ക്യാബേജ് റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് ചേർക്കാതെ റൈസിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് റൈസ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊരു ലോ കാർബ് റെസിപ്പിയാണ്. വണ്ണം കുറയണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും, ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. റൈസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ക്യാബേജ് റൈസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ അല്ലാതെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കാം.
വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ട പുൽസയും കൂടിയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.